ബിഗ് ബോസ് മലയാളം സീസൺ 7 മിഡ് നൈറ്റ് പ്രോമോ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രോമോയ്ക്കകത്ത് കാണുന്നത് നൂറയുടെ പൂണ്ട് വിളയാട്ടമാണ് കേട്ടോ. നൂറ സിംഗിൾ ഹാൻഡഡ്ലി നമ്മുടെ ഈ കുരുതി ടീമുകളെ അടിച്ചൊതുക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും ഇന്നത്തെ ബാക്കി എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ വമ്പനടി നൂറ വേഴ്സസ് ഈ പാവാട ടീമുകൾ. വേറെ ആരെയും ഈ ഒരു പ്രോമോയ്ക്കകത്ത് കാണാനില്ല. നൂറയും പിന്നെ ആര്യൻ, അക്ബറ, നെവിൻ ഇവരെയാണ് കാണുന്നത്. അനിമോളും ഉണ്ടെന്ന് തോന്നുന്നു, അതിലേ ഉണ്ട്. പക്ഷെ അവരത്രയും ഇല്ല, നൂറയുടെ അത്രയും ഒരു സ്ക്രീൻ സ്പേസ് അവർക്കില്ല. കാരണം നൂറയാണ് തകർക്കുന്നത്. നൂറ പറയുന്നത് ഇതാണ്: ഇന്നലെ രാത്രി നെവിനെയും ആര്യനെയും ആ കിച്ചൺ ഏരിയയിൽ ഞാൻ കണ്ടിരുന്നു, ചുറ്റിക്കളി നടക്കുന്ന പോലെ കണ്ടിരുന്നെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഒരു തൈരിന്റെ ഡബ്ബ, എനിക്കൊന്ന് യോഗട്ടിന്റെ ആ ഒരു ഡബ്ബയാണെന്നാണ് തോന്നുന്നത്. ആ ഒരു ഡബ്ബയാണ് നാളത്തെ വഴക്കിന് കാരണം കേട്ടോ. അത് ആര്യൻ നൂറയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ നൂറ അതിന് റിയാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എന്തോ എടുക്കാൻ പോയ സമയത്ത് നൂറയുടെ കൈ അവിടെ വെച്ചിട്ട് ജാം ചെയ്യുന്ന പോലെ അടയ്ക്കുന്നുണ്ട് ഈ ആര്യൻ. ഇവര് ശരിക്കും എന്താണെന്ന്, ഇവര് ഗുണ്ടാസംഘമാണോ എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇവര് ഒരു രീതിയിലും അവിടെ നിൽക്കാൻ ഡിസേർവിംഗ് ആയിട്ടുള്ളവരല്ല ഈ 3 പേര്. ഒരു ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ അറിയാൻ മേലാതെ അത്രയും അട്രോസിറ്റീസ് ആണ് അവരവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ എതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന നൂറയ്ക്ക് ഒരു നല്ല കൈയ്യടി തന്നെ കൊടുക്കുന്നത്. നൂറയുടെ ആഴ്ചയായിരുന്നു കേട്ടോ, പറയാതിരിക്കാനായിട്ട് പറ്റില്ല. ടാസ്കിലാണെങ്കിലും മൊത്തത്തിലുള്ള ഹൗസിലെ പ്രകടനത്തിലാണെങ്കിലും എല്ലാം നൂറ മുന്നിൽ തന്നെ നിന്നു എന്ന് വേണം പറയാനായിട്ട്. നല്ല രീതിയിൽ തന്നെ നൂറ ഒരു മുന്നേറ്റം നടത്തിയ ആഴ്ച തന്നെയാണ് ഇതുവരെയുള്ള നൂറയുടെ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ. ഈ ഒരാഴ്ച നൂറയുടെ ഒരു പീക്ക് പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. അപ്പൊ നാളെയും നമ്മൾ കാണാൻ പോകുന്ന ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ്. എനിക്കൊന്ന് 3 എണ്ണത്തിനെ അടിച്ചൊതുക്കുമെന്ന് തോന്നുന്നു ഒറ്റയ്ക്ക്. അതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതും ഫ്രിഡ്ജിന്റെ ഇടയ്ക്ക് കൈയൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എനിക്കറിയാൻ മേലാത്ത ഇനി ഈ ഫ്രിഡ്ജിന്റെ ഡോറോ ആക്സസറീസോ എന്തെങ്കിലുമൊക്കെ പൊട്ടി അവിടെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ എന്നുള്ളതാണ്. സത്യമായിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോവുകയാണ്. കാരണം ഇന്ന് നമ്മൾ കണ്ട സംഭവങ്ങൾ ആ ലെവല് സംഭവങ്ങളായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലെവല് ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഇന്ന് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കാണാനായിട്ട് തന്നെ കാത്തിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.